അസ്മിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അഥവാ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അതിശക്തമായ അന്വേഷണത്തിലാണ്. അതിനിടയിൽ ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച, അസ്മിയെ അടക്കം പഠിപ്പിച്ചിട്ടുള്ള അൽ അമാൻ എന്ന് പറയുന്ന ആ കോംപ്ലക്സിലെ ഖദീജത്തുൽ കുബ്ര എന്ന് പറയപ്പെടുന്ന വുമൻസ് കോളേജിലെ അധ്യാപിക സുജാത ടീച്ചറിന്റെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദ സന്ദേശമാണ്. അത് നിങ്ങൾ എന്തായാലും കേൾക്കണം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അത് ഇവിടെ കൊടുക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും അത് കേൾക്കണം. അത് കൂടാതെ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അസ്മിയുടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ പറയപ്പെടുന്ന മതപഠനശാലക്കെതിരെയോ അതല്ല എങ്കിൽ അവിടെയുള്ള അധ്യാപകന്മാർക്കെതിരെയോ ആയിട്ടുള്ള ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അസ്മിയുടെ ഉമ്മയുടെ ആരോപണം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുമുള്ള ഒരു തെളിവോ ഒരു കാര്യമോ അവർക്കെതിരെ കിട്ടിയിട്ടില്ല. അതുകൂടാതെ അസ്മിയുടെ സഹപാഠികൾ, അസ്മിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റുള്ള വിദ്യാർത്ഥിനികളോട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴും ഈ സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ അസ്മിനയുടെ ആത്മഹത്യക്ക് കാരണമാകാവുന്ന ഘടകമോ, അതായത് ഈ സ്ഥാപനത്തിലുള്ള ആളുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പെരുമാറ്റത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലാണോ എന്നുള്ള തെളിയിക്കുന്ന ഒരു എവിഡൻസും പോലീസിന് കിട്ടിയിട്ടില്ല, നിലവിൽ കിട്ടിയിട്ടില്ല. ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കറിയില്ല. അതായത് നിലവിലുള്ള അന്വേഷണത്തിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും കിട്ടിയിട്ടില്ല. പക്ഷെ അതേസമയം അസ്മിയുടെ ഉമ്മ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്ന് അവർ പറയുന്നുണ്ട്, ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിലുള്ള അധ്യാപകർ തന്നെയാണ് എൻ്റെ മകളുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇവളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല വിഷയങ്ങൾ അത് സ്ഥിരീകരിക്കാതെ പോലീസ് അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാതെ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അസ്മിയക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പേര് പറഞ്ഞുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, സത്യാവസ്ഥ തിരിച്ചറിയാതെ ഇപ്പോ പല പണ്ഡിതന്മാരും, ഈ മുസ്ലിം മത പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലും വ്യക്തതയും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തിയിട്ട് അവർക്കെതിരെ അതിശക്തമായിട്ട് ശബ്ദിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ ചാനലിലെ വീഡിയോസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ഈ വിഷയത്തിൽ വിദഗ്ധമായ അന്വേഷണം വേണം. കാരണം അസ്മിയ അവസാനമായിട്ട് ഉമ്മക്ക് വിളിച്ചിട്ടുള്ള, അതായത് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസ്മിയയുടെ സഹപാഠികൾ, വിദ്യാർത്ഥിനികൾ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി എന്താണ്, ഇതൊക്കെ അതിനിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം നടത്താതെ കാടടിച്ച് വെടിവെക്കുന്നവരോട് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ആ വെടി വന്നിട്ട് തിരിച്ചുകൊള്ളും, നല്ല വേദന ഉണ്ടാക്കും. കാരണം ഇമാതിരി പേര് നമുക്കറിയാത്ത ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക, സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച സുജാത എന്ന് പറയുന്ന അധ്യാപികയുടെ, അതൊരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച സുജാത എന്ന് പറയപ്പെടുന്ന അധ്യാപികയുടെ ശബ്ദ സന്ദേശം നിങ്ങൾ വ്യക്തമായി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഞാൻ ജാനുവരി 12 അവിടെ അധ്യാപികയായിട്ട് കയറിയത്. താൽക്കാലികമായിട്ട് തന്നെയാണ്. കാരണം അവിടെ ഈ സ്ഥാപനം, അതായത് ഖദീജത്തുൽ കുബ്ര അറബി കോളേജ് എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ മതേതരത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും അന്യമതക്കാരിയായ ഞാൻ വ്യത്യസ്തമായ മറ്റൊരു മതത്തിൽ മതപഠനം നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. കാരണം എന്നെ അവർ ഉൾക്കൊള്ളുമോ, അതായത് അവിടുത്തെ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ജാഫർ സാറ്, അതുപോലെ കുട്ടികൾ, മറ്റുള്ള സ്റ്റാഫ്, എനിക്ക് അവരുടെ രീതികളും ഒന്നും അറിയാതെ ഞാൻ അവിടെ എത്തിയതാണ്. കാരണം എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് തിരിച്ചു തോന്നി എനിക്കും അവരുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് തോന്നി. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ എനിക്കത് മനസ്സിലായി, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സ്ഥാപനമല്ല അത്. കുട്ടികളെ വളരെ അച്ചടക്കത്തോടുകൂടെയും വളരെ കൃത്യനിഷ്ഠയോടുകൂടെയും ഒക്കെ താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനം. മതപരമായ കാര്യങ്ങൾ വളരെ മതപരമാണെങ്കിൽ അക്കാദമിക് തലത്തിലുള്ള പഠനമാണെങ്കിൽ അവരെല്ലാം ചിട്ടയോടുകൂടി ചെയ്യുന്നൊരു മികവുറ്റ കുട്ടികൾ തന്നെയായിരുന്നു. സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടാണ് സ്ഥാപനം എന്താണെന്ന്, എനിക്കിങ്ങനെ സ്ഥാപനങ്ങളുണ്ടെന്നും ഇങ്ങനത്തെ ശീലങ്ങൾ, അതായത് പെൺകുട്ടികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയാൽ വളരെ ഒരു എന്താ പറയാൻ
ഭാവിയിൽ അവർ നല്ലൊരു വ്യക്തികളായിട്ട് മാറും. ഒരു അമ്മയായിട്ട്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഒരു അമ്മ, അങ്ങനെയുള്ള എല്ലാ നല്ല ശീലങ്ങളുള്ള കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികൾ അവിടെ കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ അച്ചടക്കത്തോടെ പഠിക്കണമെങ്കിൽ ആ സ്ഥാപനം എന്തുമാത്രം അവരുടേതായ രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം, രണ്ടാം ദിവസമൊക്കെ തോന്നി കുട്ടികൾക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ. എനിക്കങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ തിരക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുതിർന്നിട്ടില്ല. കാരണം അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ അതിന് ഈ സ്ഥാപനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്ത് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ക്രമേണ എനിക്ക് മനസ്സിലായി കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഈ കുട്ടികളെ അടച്ചിട്ട് വളർത്തുന്നു, പക്ഷേ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പാട്ട് പാടാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ അവർ അനുവദിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും അവർ കുറച്ച് കഴിവ്, അവരുടേതായ മേഖലയിൽ അവർ കഴിവ് തെളിയിക്കുന്ന കുട്ടികളാണ്. വളരെ സന്തോഷത്തോടു കൂടി. പക്ഷേ വിഷമങ്ങളില്ലാതില്ല. കാരണം ഹോം സിക്നെസ് ഉള്ള കുട്ടികളുണ്ട്. അമ്മ അല്ലെങ്കിൽ ഉമ്മ വാപ്പ എന്നൊക്കെ പറയുന്ന, അല്ലേ, അവരോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ്, വീട്ടിൽ പോകണം എന്നൊക്കെ ചിന്തകളുള്ള കുട്ടികളുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കുട്ടികൾ അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഈ 4 മാസം കൊണ്ട് കുട്ടികളിൽ എനിക്ക് നല്ലൊരു സ്വാധീനം, അതായത് വളരെ ഒരു അമ്മ, ഒരു ചേച്ചി എന്നുള്ള നിലയിൽ നല്ലതായിട്ട് ഇടപഴകുന്ന ഒരു കുട്ടികൾ തന്നെയായിരുന്നു എൻ്റെ ആ കുട്ടികൾ. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞ് പോലും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പറയുന്ന തരത്തിൽ ഒരു സൗഹൃദം എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് പറയുന്ന ഉസ്താദ് ജാഫർ സാറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും അതിനകത്തുണ്ടായിരുന്ന ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും എന്നോട് വളരെ ബഹുമാനത്തോടു കൂടിയും ആരും കുട്ടികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് അസ്മിയ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ആസ് എ ടീച്ചർ, അവിടെ ഉണ്ടായിരുന്നൊരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരെന്തുമാത്രം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. കുട്ടികളാവട്ടെ, അധ്യാപകരാവട്ടെ, ഈ പറയുന്ന ഉസ്താദ്, അവരുടെ ഫാമിലിയൊക്കെ. ദൈവം അതൊക്കെ മാറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഈ നമ്മൾ പുറത്ത് കാണുന്ന ഈ സമൂഹ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു പീഡനവും ഒരു ബുദ്ധിമുട്ടും ഒരു കുട്ടി പോലും അനുഭവിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഹോം സിക്നെസ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരെന്നോട് ഷെയർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു.